Earn Marks, your perfect learning partner. എന്താണ് കുടുംബം? കുട്ടികളോടുകൂടി അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ഭാര്യയും ഭർത്താവുമോ, കുട്ടികളോടുകൂടി ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുട്ടികളോടുകൂടി ഒരു പുരുഷനോ അടങ്ങിയ ഏതാണ്ട് ശാശ്വതമായ ഒരു ബന്ധമാണ് കുടുംബം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കൂട്ടുകുടുംബം എന്താണ്? ഒന്നിലധികം തലമുറകൾ ഒരുമിച്ച് താമസിക്കുകയാണ്, അടുക്കളയിൽ പാകം ചെയ്ത് വിഭവങ്ങൾ ഭക്ഷിച്ച് പൊതുസ്വത്ത് കൈകാര്യം ചെയ്ത് അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അണുകുടുംബം എന്താണ്? അച്ഛൻ, അമ്മ, അവിവാഹിതരായ മക്കൾ, ഇതാണ് അല്ലെങ്കിൽ അതാണ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. കോഹാബിറ്റേഷൻ എന്താണ്? വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്നു. മാട്രിയാർക്കിയൽ എന്താണ്? അതിന് രണ്ട് ഉദാഹരണങ്ങൾ ചോദിച്ചു അല്ലെ? കേരളത്തിലെ നായർ കുടുംബങ്ങൾ മാട്രിയാർക്കിലാണ്. ഗാസി ഗാരോ ഗോ വിഭാഗവും മാട്രിയാർക്കിയലാണ്. അത് പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. ഗാസി ഗാരോ ഗോ വിഭാഗം മാട്രിയാർക്കിയലാണ്. പാട്രിലോക്കൽ ആൻഡ് മാട്രിലോക്കൽ ഫാമിലി. പാട്രിലോക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യ വന്ന് താമസിക്കുന്നു. മാട്രിലോക്കൽ അല്ലെങ്കിൽ മാട്രിലീനിയൽ ഫാമിലി എന്താണ്? വിവാഹശേഷം ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവ് വന്ന് താമസിക്കുന്നു. നമ്മുടെ സമൂഹം പൊതുവെ എന്താണ്? പാട്രിലോക്കലാണ്, പാട്രിലീനിയൽ ആണ്. ഇനി കുറച്ച് മലബാർ ഏരിയയിലുള്ള കുറച്ച് മുസ്ലിം വിഭാഗത്തില് മാട്രിലീനിയൽ ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് പുയ്യാപ്പിളനെ പുതിയ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വരനെ വീട്ടിലേക്ക് താമസിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ, വധുവിന്റെ വീട്ടിലേക്ക് താമസിപ്പിക്കുന്നു. ഇനി കുടുംബത്തിന്റെ സാമൂഹിക പ്രാധാന്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലെ? മാനുഷിക സമൂഹത്തിന്റെ നാഴികകല്ലായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് കുടുംബത്തിനുള്ളത്. പുരുഷനെയും സ്ത്രീയെയും അവരുടെ കുട്ടികളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്ഥിരതയാർന്ന ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. മനുഷ്യരുടെ വ്യക്തിത്വം ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന കുടുംബത്തിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ അത് ഷീറ്റിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. മനുഷ്യരുടെ വ്യക്തിത്വം ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത് എവിടെയാണ്? കുടുംബത്തിലാണ്. അതുപോലെ തന്നെ വ്യക്തികൾ സംസ്കാരം ആർജിച്ചെടുക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നുമാണ്. ഒരു കുട്ടിക്ക് അവന്റെ കുടുംബത്തിന്റെ സംസ്കാരം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരുന്തോറും സമൂഹത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. സമൂഹത്തെ സംബന്ധിച്ച് കുടുംബം വളരെ സംഭാവനകൾ നൽകുന്ന ഒരു സാമൂഹിക ഏജൻസിയാണ്. പ്രാഥമികമായ സാമൂഹിക ഏജൻസി എന്നാണ് സോഷ്യോളജിയിൽ കുടുംബത്തെ പറയുന്നത്. ഇനി കുടുംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സാർവത്രികമാണ്, എല്ലായിടത്തും കുടുംബമുണ്ട് അല്ലെ? എവിടെ നോക്കിയാലും നമുക്ക് കുടുംബങ്ങളെ കാണാം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും, കുടുംബത്തിലെ അംഗങ്ങളെല്ലാം മാനസികമായിട്ടുള്ള അടുപ്പം വെച്ച് പുലർത്തുന്നവരാണ് അല്ലെ? ഓരോ അംഗവും മറ്റുള്ള അംഗങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കും. പരിഗണനയും സംരക്ഷണവും ഒക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പരിമിതമായ വലിപ്പം, ചെറിയ വലിപ്പമായിരിക്കും കുടുംബത്തിനുണ്ടാവുക. പ്രാഥമിക ഗണമായതുകൊണ്ട് തന്നെ നമ്പറിൽ കമ്മിയായിരിക്കും, കുറവായിരിക്കും. സാമൂഹിക ഘടനയിൽ കേന്ദ്ര സ്ഥാനം കുടുംബത്തിനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സാമൂഹിക ഘടനയിൽ കുടുംബത്തെ കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട്, സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് കൂടിയാണ്, ഏറ്റവും ചെറുതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടാണ് കുടുംബത്തെ കാണുന്നത്. അംഗങ്ങൾക്കിടയിലെ ഉത്തരവാദിത്ത ബോധം, അതായത് മാതാപിതാക്കൾക്ക് കുട്ടികളോട് ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളെ ചെറുപ്പത്തിൽ നോക്കി വളർത്തി വിദ്യാഭ്യാസം നൽകി വേണ്ടത് കൊടുത്ത് വളർത്തുന്നു. അതേപോലെ തന്നെ മാതാപിതാക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം കുട്ടികൾക്കുമുണ്ട്. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാടുണ്ട്, നമ്മൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ്? ലൈംഗിക ആവശ്യങ്ങളുടെ സുദൃഢമായ സംതൃപ്തി. അതായത് മനുഷ്യനൊരു ലൈംഗിക ജീവിയാണ്. ലൈംഗികത മനുഷ്യൻ ശക്തമാണ്, ചിലപ്പോൾ അനിയന്ത്രിതമാണ്. അപ്പൊ ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ ലിബിഡോ, സെക്ഷൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ്? മനുഷ്യന്റെ ലൈംഗിക പെരുമാറ്റത്തെ വിവാഹത്തിലൂടെ സമൂഹം നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, പ്രജനനം അഥവാ സന്താനോൽപാദനം അടുത്തൊരു ധർമ്മമാണ്. അതായത് അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കുട്ടികളെ വളർത്തി പരിപാലിക്കലാണ് അടുത്ത ധർമ്മം വരുന്നത്. പിന്നെ പാർപ്പിടാവശ്യം നിറവേറ്റലും ഒരു ധർമ്മമാണ്. പിന്നെന്താണ്? സാംസ്കാരിക പ്രസരണത്തിനുള്ള ഒരു ഉപാധിയാണ്. സാംസ്കാരിക പ്രസരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ? മനുഷ്യവംശം മാത്രം നിലനിന്ന് പോയാൽ പോരാ, നമ്മുടെ സംസ്കാരം, നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സംസ്കാരവും കൂടി നിലനിന്ന് പോകേണ്ടതുണ്ട്. അതും കൂടി ഈ കുടുംബത്തിലൂടെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി ആറാമത്തെ എന്താണ്? കുടുംബം സാമൂഹികവൽക്കരണത്തിനുള്ള ഒരു സംവിധാനമാണ്. സാമൂഹികവൽക്കരണം, കുട്ടികളെ നമ്മൾ സമൂഹത്തിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങി ചെന്ന് എന്ത് ചെയ്യാണ്? മൂല്യബോധവും സദാചാരനിഷ്ഠയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി അത് ഫോളോ ചെയ്ത് പോകുന്ന ഒരു സൊസൈറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് വരികയാണ് അല്ലെ കുടുംബത്തിലൂടെ. പദവി നേടൽ, കുടുംബം ഒരു ഇരട്ട ദൗത്യം നിറവേറ്റുന്നുണ്ട്. കുടുംബം അതിൽ അംഗങ്ങൾക്ക് സാമൂഹിക പദവികൾ നേടിക്കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി സ്നേഹബന്ധം എന്ന ധർമ്മമുണ്ട് അല്ലെ? അതായത് സ്നേഹബന്ധം മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ഫാമിലി? കുടുംബം എന്നതുകൊണ്ട് നിങ്ങൾ എന്തർത്ഥമാക്കുന്നു? വ്യക്തിത്വ വികാസത്തിൽ കുടുംബത്തിന്റെ പങ്ക് വിവരിക്കുക. സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഭാഷയും പെരുമാറ്റ രീതികളും ഒക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്?
കുടുംബത്തിൽ നിന്നാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ ആ ജോൺ ലോക്കിന്റെ ക്ലീൻ സ്ലേറ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ജോൺ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ജനിക്കുന്ന കുട്ടി ടാബുലാ റാസ. ജോൺ ലോക്ക് എന്ന് പറഞ്ഞിട്ട് ടാബുലാ റാസ എന്നാണ് പറയുക. ക്ലീൻ സ്ലേറ്റ് എന്നാണ് ടാബുലാ റാസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ജനിക്കുന്ന കുട്ടി അവരുടെ അവര് ക്ലീൻ സ്ലേറ്റ് ആണ് ജനിക്കുന്നുണ്ടാവും. അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്തും കേട്ടും കണ്ടും പരിചയിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പ്രത്യുൽപാദനം, കുട്ടികളെ വളർത്തുക എന്നീ ഉദ്ദേശങ്ങളോട് കൂടിയതും ലൈംഗിക ബന്ധത്താൽ നിർവചിക്കപ്പെട്ട ക്ലിപ്തവും ദീർഘകാലത്തേക്കുള്ളതുമായ സഖ്യമാറ്റമാണ് കുടുംബം. അപ്പം ഇത് ഓരോരുത്തരുടെ എന്തുകൊണ്ട് ഇവിടെ ഡെഫിനിഷൻസും ഉണ്ട്, അതും കൂടെ പഠിച്ചു വെക്കുക. ഡെഫിനിഷനൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഒരു ഡെഫിനിഷൻ എഴുതി അതിൻ്റെ ഇടയിൽ ഒഗ്ബൺ ആൻഡ് നിംകോഫ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു വാല്യൂ നല്ല വാല്യൂ ആണ്. കാരണം നിങ്ങൾ ആ ഡെഫിനിഷൻ പഠിച്ചു എന്നുള്ളതാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇനി കുടുംബത്തിന് 4 കടമകൾ ജീവശാസ്ത്രപരമായിട്ടുള്ളത്, അതായത് ലൈംഗിക ആവശ്യം നിറവേറ്റലും പ്രത്യുൽപാദനവും. സാമൂഹികപരം എന്താണെന്ന് പറഞ്ഞത്? ഭാഷയും ആചാരങ്ങളും പാരമ്പര്യവും സാമൂഹ്യ നിയമങ്ങളും എല്ലാം പഠിപ്പിക്കുന്നതും അല്ലേ. മനഃശാസ്ത്രപരം സ്നേഹവും കെയറും നന്മയും അതൊക്കെ നമ്മൾ നീഡ് ചെയ്തു കൊടുക്കുന്നത്. സാമ്പത്തികപരം ഇപ്പം വീട്, പാർപ്പിട ആവശ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ പൈസ കാര്യങ്ങൾ നീഡാണ് അല്ലേ. അപ്പം അതും എന്താണ്? കടമയാണ് കുടുംബത്തിൻ്റെ, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി കുടുംബത്തിന്റെ ഘടന അനുസരിച്ച് ഇത് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? അംഗങ്ങളുടെ എണ്ണം, അണുകുടുംബം, കൂട്ടുകുടുംബം, വിസ്തൃത കുടുംബം. വിവാഹ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഏകവിവാഹ കുടുംബം, ബഹുവിവാഹ കുടുംബം. താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ മാട്രിലീനിയൽ അല്ലെങ്കിൽ മാട്രിലോക്കൽ, പാട്രിലീനിയൽ അല്ലെങ്കിൽ പാട്രിലോക്കൽ. സംജ്ഞ അല്ലെങ്കിൽ നാമകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാട്രോണോമിക്, അമ്മയുടെ കുടുംബ പേര് എടുക്കുകയാണെങ്കിൽ മാട്രോണോമിക്, അച്ഛന്റെ കുടുംബ പേര് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പാട്രോണോമിക്. അധികാരം പാട്രിയാർക്കൽ ആണോ അല്ലെങ്കിൽ മാട്രിയാർക്കൽ ആണോ? വംശപാരമ്പര്യമാണെങ്കിൽ പിതൃദായ കർമ്മം അല്ലെങ്കിൽ മാതൃദായ കർമ്മം. ഇനി കൂട്ടുകുടുംബത്തിന്റെ മാറ്റങ്ങളുടെ കാരണം നമ്മൾ പഠിച്ചു. വ്യവസായവൽക്കരണം, ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, പിന്നെ മോഡേണൈസേഷൻ, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റവും കൂടെ എന്തിനൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ സൈഡ് ഹെഡിങ് കൊടുത്ത് നിങ്ങൾ കുറച്ച് വിപുലീകരിച്ച് എഴുതുകയാണെങ്കിൽ വിത്ത് ഉദാഹരണങ്ങളോടുകൂടി, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഉദാഹരണങ്ങളോടുകൂടി എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ.